അസ്സലാമലൈക്കും. ഇന്ന് മാളൂസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോണത് കാരമൽ ഗാർലിക് ചിക്കനാണ്. എന്നും ചിക്കൻ ഒരേപോലെ തിന്നിട്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ വിരുന്നേര് വരുമ്പോൾ 2 കിലോ ഒക്കെ കോഴി കൊണ്ടുവരുമ്പോൾ ഇന്ന് കുറച്ചൊരു 1/4 കിലോ അത്ര എടുത്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റായിട്ട്. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 1/4 കിലോ ചിക്കനാണ്. ഇനി അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മളിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ അത്ര വിനീഗർ, അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുണ്ടോ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അത്ര കുരുമുളക് പൊടിയും. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആക്കണം കേട്ടോ. നല്ല മിക്സ് ആയതിൻ്റെ ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇനി സോസ് ഉണ്ടാക്കാം. അതിനും വേണ്ടി നോൺ സ്റ്റിക്കറിന് എടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു 2.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതേ അളവിന് 2.5 സ്പൂൺ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സ്റ്റൗ എപ്പോഴും സിമ്മിൽ വെക്കണം കേട്ടോ. അതിൽ പഞ്ചസാര ആയതുകൊണ്ട് വേഗം അടി പിടിക്കുക, സ്ലോ വെക്കണം. ഇനിയിപ്പോൾ അത് ഇളക്കാനൊന്നും പോണ്ട, അങ്ങനെ സിമ്മായിട്ട് കിടക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവും. ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 കിലോ ചിക്കൻക്ക് ഒരു 1/2 വെളുത്തുള്ളി എടുത്തിട്ട് ഇത് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കട്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിഗാനോ വീട്ടിലുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഒരിഗാനോ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി. ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ആയാലും കുഴപ്പമില്ല. ഇതിന് ഒരിഗാനോ ആണ് കേട്ടോ ടേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും നല്ല ഒന്ന് മിക്സ് ആവട്ടെ. ഇനി അതന്നെ മെൽട്ടാവുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോൾ നല്ല ഒരു ഇതുണ്ടാവും, ഫ്ലേവർ ഉണ്ടാവും, സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇതിപ്പം മെൽട്ടാവാൻ തുടങ്ങിയിട്ടാ. ഇതെല്ലാം കൂടി മസാലയോ ഇതൊക്കെ ആയി നല്ലൊന്ന് മെൽട്ടായിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ഓരോന്നായിട്ട് ഇങ്ങോട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേകാനാണ് കേട്ടോ ഈ വെള്ളം. ഈ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണേ. ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചതെല്ലാം മസാല എല്ലാം നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ കയ്യിലുകൊണ്ട്. എന്നാലാണ് ആ മിക്സ് ആയതെല്ലാം ഇങ്ങോട്ട് വരില്ല, അല്ല അവിടെ കട്ടിയായി പോകും. ഇതിപ്പോൾ മിക്സ് ആയിക്കണം. ഇനി നമുക്കൊരു പാത്രം മൂടിയിടാം, അത് ഒന്ന് വേകട്ടെ. പാത്രം തുറന്നിട്ട് ഇപ്പോൾ ഇതൊന്ന് തിരിച്ചിടാമല്ലോ. സ്റ്റൗ സിമ്മിൽ തന്നെയാണ് ഇട്ടേണ്ടത്. ഇത് പുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചസാര ഇട്ടത് കൊണ്ടാണ് ഈ പുക ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഷിമ്മിൽ വേണം വെക്കാൻ. സ്റ്റൗ ഷിമ്മിലുണ്ടത് കൊണ്ടാണ് കേട്ടോ ഈ കളറ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഷിമ്മിൽ വേണം വെക്കാൻ. ഇതിപ്പോൾ എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അതൊന്നുകൂടി മൂടി വെക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിലത്തെ മസാലയൊക്കെ നല്ല അതിൻ്റെ മേലെ പിടിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ പിടിക്കും. ഇത് മെൽട്ട് ഇങ്ങനെ ആവുമ്പോൾ ഇത് നല്ല മിക്സാക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഇതിലേക്ക് നല്ല ഒന്ന് പിടിക്കട്ടെ. ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല റോസ്റ്റ് ആവണം. അത് നല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല റോസ്റ്റാക്കി ഇങ്ങനെ ആയി കിട്ടണം.
എന്നാലാണ് ഇതായി എന്നറിയുള്ളൂ. അത് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് ഉള്ളിത്തണ്ട്, മല്ലിയില, ഒരു ചുവന്ന മുളകാണത്. പച്ചമുളക് ചുവന്നതാണ് ഇട്ടത്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഡെക്കറേഷനാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവൊക്കെ ആകുമ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. ഉള്ളിത്തണ്ട് കടിക്കാൻ പാടില്ല, ചെറുതായിട്ട് വേണം മുറിക്കാനിട്ടത്. ഇപ്പം റെഡിയായിട്ട് കാണാൻ തന്നെ ഇത്ര രസമുണ്ടല്ലേ. ഇതിൽക്ക് ഇനിയൊരു സാധനം കൂടി വേണം കേട്ടോ. വെള്ള എള്ളാണ്. ഇതിൽ കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും. കാരമൽ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ചിക്കനൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചിക്കന് ചപ്പാത്തിയിൽക്കും നെയ്ച്ചോറിൽക്കും മന്തിയിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം ഇൻഷാ അല്ലാഹ്.